മാധവേട്ടനെയും കുട്ടി നീ ഒന്ന് വന്നേ. ഞാൻ വിളിച്ചിട്ട് വരാം. രാഖി ഇനിയും അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. ദിയമോളുടെ കാര്യത്തില് നല്ല ശ്രദ്ധ വേണം. അറിയാം, മനസ്സിലെപ്പോഴും അവളെക്കുറിച്ചുള്ള ചിന്തയാ, ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ. നല്ല കുട്ടിയാ ദിയമോള്. ഞാൻ പലപ്പോഴും ആലോചിക്കും, രാജീവ് മേനോൻ ജീവിച്ചിരുന്നെങ്കിൽ എങ്ങനെ വളരേണ്ട കുട്ടിയാ അവളെന്ന്. അമ്മയില്ലാത്ത ദിയെ പൊന്നുപോലെയാ രാജീവ് വളർത്തിയത്. രാജീവിന്റെ ആഗ്രഹമായിരുന്നു ദിയമോളുടെ അമ്മയുടെ സ്ഥാനത്ത് വന്ദന വരണമെന്ന്. വന്ദനയ്ക്ക് ദിയെന്ന് വെച്ച ജീവനായിരുന്നു. ദിയമോൾക്ക് വേണ്ടിയാ വന്ദന രാജീവ് മേനോനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതം മൂളിയത് എന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ വിധി. രാജീവ് മേനോൻ കല്യാണ ദിവസം തന്നെ വാഹനാപകടത്തില്. അതോടെ ദിയയുടെ സംരക്ഷണം മുഴുവനും വന്ദന ഏറ്റെടുക്കായിരുന്നു. തനിക്കൊരു വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞവളാ വന്ദന. ദിയയുടെ ഭാവിക്ക് വേണ്ടി രാജീവ് മേനോന്റെ സ്വത്തുക്കളുടെ പവർ ഓഫ് അറ്റോർണി പോലും എഴുതി കൊടുത്തവളാ എന്റെ മോള്. പക്ഷേ ആ രാഖി ഒരിക്കലും അടങ്ങിയിരിക്കില്ല. കൂടെ കൂടെ വന്ന് ദിയയുടെ അവകാശം ഉന്നയിച്ച് അവളെ പിടിച്ചോണ്ട് പോകും. രാഖിക്ക് അതിനുള്ള അവകാശമുണ്ട്. രാഖിയുടെ സഹോദരന്റെ മകളാണല്ലോ ദിയ. പോരാത്തതിന് രാഖിക്ക് കുട്ടികളും ആയിട്ടില്ലല്ലോ. അതിന്റെ പേരില് ഈ കോലാഹലങ്ങളൊക്കെ. ഏതായാലും വൈകിട്ട് സ്റ്റേഷനിലെ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ SP എന്നെ വിളിക്കും. അപ്പോ രാജീവിന്റെ ആക്സിഡന്റിനെ സംബന്ധിച്ച അന്വേഷണത്തിന്റെ കാര്യം കൂടി പറയണമെന്നുണ്ടെനിക്ക്. ഇവിടെ ദിയമോളും വിനുവും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും വിസ എടുത്ത് എന്റെ കൂടെ ഇംഗ്ലണ്ടിലൊക്കെ ഒന്ന് കൊണ്ടുപോകുമായിരുന്നു. അന്ന് ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതിന് ശേഷം നിന്റെ അശോകേട്ടനെ നീ കണ്ടിട്ടില്ലേ? ഇല്ല. വാശിയല്ലേ ഊർമിള ഇപ്പൊ എല്ലായിടത്തും ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കൂടെ പിറപ്പെന്നോ മക്കളെന്നോ ഒന്നുമില്ല. ആ സ്വത്തിന്റെ പകുതി അവകാശം ചന്ദ്രികയ്ക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ? കൊള്ളാവുന്ന മിടുക്കനായ ഒരു വക്കീലിനെ കൊണ്ടുവന്ന് ഒരു കേസ് ഫയൽ ചെയ്താ ചന്ദ്രികയ്ക്ക് അവകാശപ്പെട്ട സ്വത്തിന്റെ ഒരു വിഹിതം കിട്ടിയേനെയായിരുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് ഈ ലൈഫാ ഇഷ്ടം. ഞാൻ നിങ്ങളെ ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ഒരു ചെറിയ സമ്മാനം തരാനാ. എന്ത് സമ്മാനം? സമ്മാനൊന്നും വേണ്ട. ഇപ്പൊ തന്നെ ജഗനും വന്ദനയ്ക്കും കൊടുത്ത സമ്മാനത്തിന് തന്നെ ഒരുപാട് രൂപയായി കാണും. എന്താ ചന്ദ്രിക ഇത്? നമ്മൾ തമ്മില് അങ്ങനെയൊക്കെ ഉണ്ടോ? ഒരു മിനിറ്റ്. സോമ, എന്താ താൻ വരില്ലെന്നോ? ഇതെന്താ? അയ്യോ, ഇതൊന്നും വേണ്ട ഊർമിളെ. ഇതിരിക്കട്ടെ. എന്റെ സന്തോഷത്തിനല്ലേ തരുന്നത്. ഇത് 5 ലക്ഷം രൂപയുണ്ട്. അയ്യോ, ഇതൊന്നും വേണ്ട ഊർമിളെ, പ്ലീസ്. വീട് പണിയൊക്കെ നടക്കുകയല്ലേ. ഇതെന്റെ ഒരു സന്തോഷത്തിന് തരുന്നതാ. ഊർമിളെ, ഇതിലൊരു തർക്കം വേണ്ട. നിങ്ങളുടെ വീട് പണി എത്രയും വേഗം പൂർത്തിയാക്കണം.
നിങ്ങളെപ്പോലെ തന്നെ മധുചന്ദ്രലേഖയുടെ പണി എത്രയും വേഗം തീരണമെന്നുള്ള പ്രാർത്ഥനയിലാ ഈ ഞാനും. ദാ, പൈസ അങ്ങോട്ട് വേണ്ട പിടിക്കും. ഊർമിള, വേണ്ട. വാങ്ങിയ മതിയാവും. ദാ പിടിക്കങ്ങോട്ട്. വന്ദനെ, ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് മുകളിലിരിക്കുന്നവൻ തീരുമാനിക്കുന്നതാ. അത് അതുപോലെ നടക്കും. വന്ദനയോടുള്ള ഇഷ്ടം കൂടി നീ അറിയാതെ തന്നെ നിന്റെ കഴുത്തിൽ ജഗൻ ബോധപൂർവം താലികെട്ടി ചതിച്ചതല്ല. സംഭവിച്ചതെല്ലാം പൂർവ്വ നിശ്ചയപ്രകാരം നടന്നതാ. വന്ദന, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്. വന്ദനയ്ക്ക് പങ്കാളിയായി വിധിച്ചത് ജഗനെയായിരുന്നു. പരസ്പരം പഴിചാരലും ഈ കുറ്റപ്പെടുത്തലുകളും ഒക്കെ കളഞ്ഞുകൂടെ? ജീവിതമാണ്. കാലം കടന്നുപോയിക്കൊണ്ടേയിരിക്കും. ജീവിതം എത്രത്തോളം ജീവിച്ചു തീർത്തു എന്ന് കാലമൊരിക്കലും കണക്കെടുക്കില്ല. പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാം രണ്ടുപേരുടെയും മനസ്സുകൾ തമ്മിലുള്ള അകലം. ഈ ശീതസമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. ആന്റി പോയിട്ട് വരാം. പ്രകാശ, വളർന്നു വന്നപ്പോ പൊക്കവും തടിയും മാത്രമല്ല, ഉള്ളിലെ സ്വാർത്ഥതയും കൂടി അങ്ങ് വളർന്നു. സ്വാർത്ഥതയൊട്ടും പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അല്പം കൂടിപ്പോയില്ലേ എന്നൊരു സംശയം മാത്രം. ഒരു പുരുഷായുസ് മുഴുവൻ മക്കളെയെന്നും പറഞ്ഞ് ജീവിച്ചയാളാ മാധവേട്ടൻ. രണ്ടടുപ്പിൽ തീ പുകഞ്ഞാലും പൊള്ളുന്നത് ആ മനസ്സിനായിരിക്കും. വേണ്ട മോനെ, അത് വേണ്ട. നിന്റെ ഉള്ളില് നീ പോലും അറിയാത്ത ഒരു നല്ല മനുഷ്യനുണ്ട്. അതെനിക്കറിയാം. ഇല്ലെങ്കിൽ മിണ്ടാപ്രാണിയായ വിനുവിനെ തല്ലാനായി എസ്.ഐ കയ്യോങ്ങിയപ്പോ നീ ആ കയ്യിൽ കയറി പിടിക്കില്ലായിരുന്നു. നല്ലത് വരും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ചന്ദ്രികേ, വരട്ടെ. ആ ശരി. ശരി. കാണാം. ശരി.
പാല്. കുറച്ച് നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു. നിന്റെ മുഖത്ത് എന്താ ഒരു കടുപ്പം? ഏയ് ഒന്നുമില്ല, വെറുതെ തോന്നുന്നതായിരിക്കും. തോന്നലൊന്നുമല്ല, അതിന് കാരണം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ കർണാകര, ആ. ഇരിക്കെ. ആ, രണ്ടാളും ഉണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരോടും കൂടി ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. എന്താ ചേച്ചി? മനുഷ്യരുടെ കാര്യമാണ്. എപ്പോ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഏത് നിമിഷം എന്ത് സംഭവിക്കാം. അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങളും കടമകളും ഒക്കെ എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കണം. ചേച്ചി പറഞ്ഞു വരുന്നത്? കരുണാകര, ഹരിത ഇവിടെ അവളുടെ ഭർത്താവുമായി പിണങ്ങി വന്ന് നിൽക്കുകയല്ലേ? അതെ. ആ ബന്ധം ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. ഞാൻ അറിഞ്ഞത് വെച്ച് അവൻ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ നടക്കുന്നൊരു ഫ്രോഡ് ചെറുക്കനാ. ആ, പിള്ളേരല്ലേ, പഠിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ചില ബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടും. പക്ഷേ നമ്മുടെ മക്കളുടെ ഭാവിയാണ് നമുക്ക് വലുത്. അതുകൊണ്ട് സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനി പറ്റിയ തെറ്റുകൾ എങ്ങനെ തിരുത്താവെന്ന് നോക്കണം. സുമലത കേൾക്കുന്നുണ്ടോ? ആ ഉണ്ട്. ഹരിതയ്ക്ക് പറ്റിയ ഒരു പയ്യനുണ്ട്. പയ്യൻ രണ്ടാം കെട്ടുകാരനൊന്നുമല്ല കേട്ടോ, വലിയ കോടീശ്വരനാ. ഞാൻ തഞ്ചത്തിന് കിട്ടിയപ്പോ അവനോട് ഹരിതമോളുടെ കാര്യം പറഞ്ഞു. ആണോ? അല്ല, രണ്ടാം കെട്ടുകാരിയാണെന്ന് പറഞ്ഞപ്പോ ചെറുക്കന് താല്പര്യക്കുറവുണ്ടാവുമെന്ന് കരുതി. അപ്പോ അവർക്കത് പ്രശ്നമേ അല്ല. കുഞ്ഞിന്റെ ബാധ്യത ഉണ്ടാകരുതെന്നേ ഉള്ളൂ. ഹരിതയ്ക്ക് എന്തായാലും കുഞ്ഞുങ്ങളൊന്നുമില്ലല്ലോ. അവർക്ക് നല്ല താല്പര്യമുണ്ട്. ആണോ? നീ എന്തു പറയുന്നു? നല്ല ബന്ധമാണെങ്കിൽ നമുക്ക് നോക്കാം. ഹരിത സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവളുടെ സമ്മതം ആർക്ക് വേണം? ജോലിയും കൂലിയില്ലാത്ത ഈ കഴുതയ്ക്ക് വേണ്ടി അവളുടെ ജീവിതം കളയണോ? മിണ്ടിപ്പോരുത്. ഈ കല്യാണം നടന്ന ഹരിതയ്ക്ക് മാത്രമല്ല, നിന്റെ രാഷ്ട്രീയ ഭാവിക്ക് നല്ലതായിരിക്കും. സുമലതേ, ഹരിതയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഓർത്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. അത് ഞാൻ നോക്കിക്കൊള്ളാം. മതി, അത് മതി. നിന്റെ സമ്മതം ഞാൻ അവരെ വിളിച്ചറിയിക്കുകയാണേ. ദേ, ഹരിതയുടെ സമ്മതം ഇല്ലാതെ. മിണ്ടിപ്പോരുത്. മിണ്ടിയ നാവ് ഞാൻ പിഴുതെടുക്കും. ഒരു നല്ല കാര്യം വരുമ്പോ നെഗറ്റീവ് പറയുന്നോടി. അളിയ, അളിയൻ എന്തെങ്കിലും തിരക്കിലാണോ? എന്താ മനോജെ, എന്താ? അല്ല, ഒന്നുമില്ല. ഏയ് അത് വെറുതെ. അളിയൻ കാര്യം പറ. അല്ല, അത് പറയളിയ. എന്താ മനോജെ, നിനക്കെന്തോ പറയാനുള്ളത് പോലെ? അതാ ഞാനും ചോദിച്ചത്. അവിടെ വന്ന് ഹരിതയെ വിളിക്കാനൊക്കെ ഞാൻ തയ്യാറാ. പക്ഷേ ഹരിത ആ വീട്ടിൽ നിന്ന് ഇവിടേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വീട്ടിലേക്ക് ഇനി വരില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാ ഹരിത. ജഗനലയും വിചാരിച്ച ഹരിതയുടെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റും. അത് അത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞു നടന്ന ഹരിത അളിയനെ കണ്ടത് മുതലാ മനസ്സ് മാറിയത്. ഒടുവിലെന്തായി? സ്വന്തം അമ്മയും അച്ഛനെയും സഹോദരന്മാരെ എല്ലാം ഉപേക്ഷിച്ച് അളിയൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചോളല്ലേ.
അളിയന് ജോലിയില്ലെങ്കിലും അളിയന്റെ കരുതല്, സ്നേഹം, അത് അവൾക്ക് വലിയ ആശ്വാസമായിരുന്നു. ആ ഹരിതയാ ഇപ്പോ വന്ദനയാണ് ഹരിതയുടെ കുഞ്ഞിനെ നശിപ്പിച്ചെന്ന ഹരിത ഇപ്പോഴും വിശ്വസിക്കുന്നത്. ആ വിശ്വാസക്കേട് ഹരിതയ്ക്ക് വന്ദനയിലും എന്നിലും ഉണ്ട്. ഹരിതയെ ആ വീട്ടിൽ നിന്ന് പുറത്തു ചാടിക്കാൻ പിന്നെ എന്തോ ഒരു വഴിയുള്ളത്. ജഗൻ എന്നോടൊപ്പം നിന്ന വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനെന്താ സംശയം? വന്ദന പറയുന്ന എന്ത് കാര്യത്തിനും ഞാൻ റെഡിയാ. എങ്കിൽ കാര്യം പറയേ. അതൊക്കെ സസ്പെൻസാ. വർക്കൗട്ട് ആവും നോക്കട്ടെ. അച്ഛാ, ഞാൻ ഇറങ്ങട്ടെ. ഇറങ്ങാനോ? എങ്ങോട്ട്? അച്ഛാ, ഞാൻ മോളെ, നീ എങ്ങോട്ടും പോകുന്നില്ല. പ്രസവം വരെ നീ ഇവിടെ തന്നെ നിൽക്കാൻ പോന്നെ. അമ്മേ, അത് ശരിയാവില്ല. അതെ, ശരിയാവും. ഈ സമയത്ത് എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടാവണം. ഒന്ന് ഉറക്കെ വിളിച്ചാൽ പോലും ആരും കേൾക്കാനില്ലാത്ത ആ വീട്ടിൽ ഒറ്റയ്ക്ക് ശരിയാവില്ല മോളെ. പ്രസവം കഴിഞ്ഞിട്ട് പോവാന്നല്ലേ പറഞ്ഞിരുന്നത്? പിന്നെ ഇപ്പോഴെന്താ ഒരു മാറ്റം? ഈ സമയത്ത് അമ്മയുടെ പരിചരണം കിട്ടേണ്ടത് ആവശ്യമാണ്. മോളിപ്പോ പോകുന്നില്ല. അച്ഛാ, അതല്ല, അവിടെ ഏട്ടൻ ഒറ്റയ്ക്കാ. അതൊക്കെ വിക്രം അഡ്ജസ്റ്റ് ചെയ്തോളും. അച്ഛൻ വിക്രമിനോട് സംസാരിച്ചോളാം. എന്താ അമ്മയുടെ ഒരു തർക്കം? വർഷം ഇന്ന് തന്നെ മടങ്ങി പോന്നു. അത് കൊള്ളാം, നല്ല കാര്യേ. പക്ഷേ പൂജയും കാര്യങ്ങളൊക്കെ നടത്തുന്നതിലല്ല കാര്യം. ഈ സമയത്ത് നല്ല പരിചരണം കിട്ടണം. അച്ഛമ്മകത്ത് നിന്നെ പരിചരിക്കാൻ നിനക്ക് വേണ്ട ഔഷധങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ചേച്ചി, കാര്യങ്ങളൊക്കെ അറിയാലോ. എനിക്ക് പോയേ പറ്റൂ. കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടാ മോളെ പറയുന്നത്. ഈ അവസ്ഥയിൽ പോയാൽ ശരിയാവില്ല. അതൊന്നും സാരമില്ല വന്ദനേച്ചി. സാരമുണ്ട്. വിക്രം ഓഫീസിൽ പോയാൽ പിന്നെ അവിടെ ആരും കാണില്ല. ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് തലകറക്കം വരാം. തല കറങ്ങി വീണ അവിടെ എടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് മോൾ എങ്ങോട്ടും പോകുന്നില്ല. പക്ഷേ ഇറങ്ങാം, വന്നേ. വർഷ പ്രസവം കഴിയുന്നവരെ ഇവിടെ നിൽക്കട്ടെ. അതെ, അവിടെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. വർഷ ഒറ്റയ്ക്ക് അവിടെ അത് ബുദ്ധിമുട്ടായിരിക്കും മോനെ. അവള് ഇവിടെ തന്നെ നിൽക്കട്ടെ. എല്ലാരും പറഞ്ഞത് ഞാൻ കേട്ടു. വർഷയ്ക്ക് അവിടെ ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം. മോനെ, മോൻ ഓഫീസിൽ പോയിരിക്കുമ്പോ വർഷ അവിടെ ഒറ്റയ്ക്കല്ലേ? ആ സമയത്ത് എന്തെങ്കിലും വന്ന് എന്ത് ചെയ്യുന്നല്ലേ? അതിനൊക്കെ ഞാൻ വഴി കണ്ടിട്ടുണ്ട് അച്ഛാ. ഏത് സമയവും ഇവളോടൊപ്പം എന്റെ സെർവൻസ് ഉണ്ടാവും. അതുകൊണ്ട് അതൊന്നോർത്ത് ആരും വിഷമിക്കണ്ട. മോനെ, വേണ്ടമ്മേ, ഞങ്ങൾ ഇറങ്ങട്ടെ. പക്ഷേ വാ പോവാം. ചേച്ചി, വാ വാ പോവാം, വാ. അച്ഛാ ഇറങ്ങുവാണേ. ചേച്ചി പോടെ, വാ.
മിണ്ടാപ്രാണിയെ തൊട്ടാലേ വിവരറിയും. ഇതെങ്ങനെ എന്റെ കയ്യിൽ വന്നു? ഏട്ടാ വണ്ടി നിർത്ത്. ദേ വിനുവേട്ടൻ. എന്തു പറ്റി വിനുവേട്ടാ?